IPL മാച്ച് നമ്പർ 35 എന്ന് അവസാനിച്ചപ്പോൾ മത്സരത്തിൽ ഗുജറാത്ത് വിജയം നേടുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ന് ടോസ് ലഭിച്ച ഗുജറാത്ത് ബൌളിംഗ് തിരഞ്ഞെടുത്തപ്പോൾ പക്ക ഫ്ളാറ്റായ ഒരു ടിപ്പിക്കൽ അഹമ്മദാബാദ് ട്രാക്കായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത്. ആദ്യ ഓവറിൽ തന്നെ സിറാജിനെതിരെ 16 അടിച്ച തകർപ്പൻ തുടക്കമായിരുന്നു ഡൽഹിക്ക് കിട്ടിയത്. ആ മൊമെന്റും അതുപോലെ തന്നെ വന്നവരെല്ലാവരും കീപ്പ് ചെയ്തപ്പോൾ പവർ പ്ലേയിൽ 73-2 എന്ന നിലയിലായിരുന്നു ഡൽഹി. ശേഷം അസതോഷ്, അക്ഷർ പട്ടേൽ, സ്റ്റബ്സ് എന്നിവരെല്ലാം ക്യാമിയോ ഇന്നിംഗ്സുകൾ കളിച്ചപ്പോൾ 203-8 എന്ന നിലയിലാണ് ഡൽഹിയുടെ ഇന്നിംഗ്സ് അവസാനിച്ചത്. ടീമിന് കിട്ടിയ സ്റ്റാർട്ട് വെച്ച് നോക്കുമ്പോൾ ഒരു 230-240 വരെയെങ്കിലും പോകാമായിരുന്നു എന്ന് തോന്നിച്ചിരുന്നു. എന്നാൽ GTയുടെ ഡെത്ത് ബോളിംഗ് ആണ് അതിന് തടയിട്ട് 20-30 റൺസ് സേവ് ചെയ്തത്. അവസാന 4 ഓവറിൽ 40 റൺസ് മാത്രമാണ് ഈ ട്രാക്കിൽ ഡൽഹിയെ കൊണ്ട് നേടാൻ സാധിച്ചത്. ഗുജറാത്തിന്റെ ബൌളിംഗ് നോക്കിയാൽ പ്രസിദ്ധ് കൃഷ്ണയായിരുന്നു ബൌളിംഗിലെ ഡിഫറൻസായി മാറിയത്. കറക്റ്റായി എപ്പോഴൊക്കെ കൃഷ്ണയെ കൊണ്ടുവന്നോ അപ്പോഴൊക്കെ വിക്കറ്റ് എടുത്ത് ഡൽഹിയുടെ മൊമെന്റം താരം നശിപ്പിക്കുന്നുണ്ടായിരുന്നു. പവർ പ്ലേയിൽ നല്ല സ്റ്റാർട്ട് കിട്ടിയതിനു ശേഷം 4-ാം ഓവറിൽ KL രാഹുൽ, 8-ാം ഓവറിൽ ക്രിസ്പായി ഷോട്ട് കളിച്ചുകൊണ്ടിരുന്ന കരുൺ നായർ, 18-ാം ഓവറിൽ അക്ഷർ പട്ടേൽ, വിവ്രാജ് നിഗം എന്നിങ്ങനെ 4 വിക്കറ്റുകൾ നേടി ഡൽഹി സ്കോറിംഗിനെ മെയിനായി കൺട്രോൾ ചെയ്തത് കൃഷ്ണ തന്നെയായിരുന്നു. ഒപ്പം 3 ഓവറിൽ ഈ ട്രാക്കിൽ വെറും 19 മാത്രം വഴങ്ങി ഇശാന്തും പ്രശംസ അർഹിക്കുന്നുണ്ട്. മറുപടി ബാറ്റിംഗിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗിൽ 2-ാം ഓവറിൽ പുറത്തായെങ്കിലും ഇൻഫോം പ്ലെയേഴ്സായ സുദർശനും ബട്ട്ലറും ചേർന്ന് ഗുജറാത്തിന്റെ ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. പവർ പ്ലേയിൽ 67-1 എന്ന നിലയിലായിരുന്നു GT. 8-ാം ഓവറിൽ സുദർശന് പുറത്തായെങ്കിലും ബട്ട്ലർ ഫോം തുടർന്നപ്പോൾ സ്കോറിംഗ് ഒട്ടും സമ്മർദ്ദമില്ലാതെ തന്നെ മുന്നോട്ട് പോയി. റദർഫോർഡും നല്ല സപ്പോർട്ട് ബട്ട്ലർക്ക് കൊടുത്തിരുന്നു. 6 മുതൽ 12 വരെയുള്ള ഓവറുകളിൽ സ്പിൻ തന്നെ DC കൊടുത്തപ്പോൾ റൺ നിരക്ക് ഒന്ന് താഴേക്ക് പോയിരുന്നു. ആ 6 ഓവറിൽ 43 റൺസ് മാത്രമാണ് ഗുജറാത്തിന് നേടാൻ പറ്റിയത്. എന്നാൽ സ്പിൻ മാറി പേസ് വന്നപ്പോൾ 2 ഓവറിൽ 38 അടിച്ച് ടൈറ്റ് വന്ന ഓവർ മുഴുവൻ ഗുജറാത്ത് കോമ്പൻസേറ്റ് ചെയ്തു. ആ അറ്റാക്കിന് ശേഷം പിന്നെ ഒന്നും കാര്യമായി ഡൽഹിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അവസാന 2 ഓവറിൽ 15 എന്ന ഇക്വേഷൻ വന്നപ്പോൾ 5 റൺസ് മാത്രം വഴങ്ങി ഒരു ടൈറ്റ് ഓവർ മുകേഷ് കുമാർ എറിഞ്ഞു. ആ ഓവറിൽ റദർഫോർഡ് ഔട്ട് ആവുകയും ചെയ്തിരുന്നു. എന്നാൽ 97-ൽ നിൽക്കുന്ന ബട്ട്ലർക്ക് സ്ട്രൈക്ക് കൊടുക്കാതെ തിവാട്ടിയ സ്റ്റാർക്കിനെതിരെ ലാസ്റ്റ് ഓവർ സ്ട്രൈക്ക് റീറ്റെയിൻ ചെയ്തത് നല്ല ഗട്സ് വേണ്ട ഒരു ഡിസിഷൻ തന്നെയായിരുന്നു. കാരണം കഴിഞ്ഞ മത്സരത്തിൽ സ്റ്റാർക്ക് എന്താണ് ചെയ്തത് എന്ന് കണ്ടതാണ്. എന്നാൽ ആ ഹീറോയിക്സ് സ്റ്റാർക്കിന് ഇവിടെ നടത്താൻ പറ്റിയില്ല. ആദ്യ 2 പന്തിൽ ഒരു 6-ഉം 4-ഉം അടിച്ച് തിവാട്ടിയ മത്സരം ഫിനിഷ് ചെയ്യുകയാണ് ഉണ്ടായത്.